കേരള പത്രപ്രവർത്തക യൂണിയനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ഇന്ന് പത്രപ്രവർത്തകർക്ക് വേണ്ടി, വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഇവിടെ നടത്തുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് സമൂഹങ്ങൾ എന്നതുപോലെ തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരികയാണ് ചെയ്യുന്നത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യാൻസർ, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെ സെർവൈക്കൽ ക്യാൻസർ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദം ആക്കാമെന്ന സാഹചര്യത്തിൽ എന്തിനാണ് മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിൽ നമ്മൾ ഇത്ര ആരോഗ്യ സാക്ഷരതയുള്ള കേരളത്തിൽ, ആരോഗ്യത്തെക്കുറിച്ച് ഇത്ര അവബോധമുള്ള കേരളത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് അത് വൈകിപ്പോകുന്നത്? ഒന്ന് ഭയമാണ്. എന്തിനാണ് ഇതറിയുന്നത് എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം അറിഞ്ഞേ പറ്റുള്ളൂ. അറിയുമ്പോൾ വൈകിപ്പോയാൽ നമുക്ക് ചികിത്സ സങ്കീർണമാകും. ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയും. പിന്നീട് നമുക്കുണ്ടാവുന്ന ഇമോഷണലായിട്ടുള്ള, ഇപ്പോൾ ഫിനാൻഷ്യൽ, ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡൻ നമ്മൾ ചുറ്റി നിൽക്കുക, അങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ എത്രയോ ടൈംസ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊതുബോധ്യത്തിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഒരു കൃത്യമായ കാലയളവിനുള്ളിൽ ഇത് ക്യാൻസർ സ്ക്രീനിങ് ചെയ്തു പോകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്, അഭ്യർത്ഥിക്കുന്നത്. ഒരു ബിഹേവിയറൽ ചേഞ്ചാണ്. ഇന്നിപ്പോൾ നമ്മൾ തുടക്കം വിടുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ബഹുമാനപ്പെട്ട CM ആണ് ഫെബ്രുവരി 4-ാം തീയതി ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ ഒരു മാസം വനിതകൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പാണ്, നമുക്കൊരു സമയക്ലിപ്തതയില്ലാതെ ജോലി ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ ബഹുഭൂരിപക്ഷം പേരും. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ, അങ്ങനെയുള്ള നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനിടയിൽ സ്വന്തം ആരോഗ്യം നോക്കാൻ സമയം കിട്ടാത്തവരാണ് 99%. 99.9% എന്ന് പറഞ്ഞാലും അത് ശരിയായിരിക്കും. 0.1% ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കേരള പത്രപ്രവർത്തക യൂണിയനോട് അഭ്യർത്ഥിച്ചു. അതോടൊപ്പം മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചു, ആദ്യം നമ്മുടെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് നടത്തുന്നത്. ആദ്യം ഒരു മാസം നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവിൽ സ്ത്രീയും പുരുഷനും അങ്ങനെ തന്നെയാണെങ്കിലും പ്രയോറിറ്റി കൊടുക്കുന്നത് ഏറ്റവും പിന്നിലാണെങ്കിലും സ്ത്രീകൾ ഒന്നുകൂടി അതിൽ പിന്നോട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറുമാണ്. സ്വാഭാവികമായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇന്ന് രാവിലത്തെ കണക്ക് നോക്കിയാൽ 2,21,000 ആളുകൾ ഈ 15 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റിൽ സ്ക്രീൻ ചെയ്തു കഴിഞ്ഞു. അതിൽ 7,000-ലധികം ആളുകളാണ് റെഫർ ചെയ്തത്. അതിൽ പരിശോധനകൾ പൂർത്തീകരിച്ചവരിൽ 37 പുതിയ ക്യാൻസർ കണ്ടുപിടിച്ചു. പക്ഷേ അവർ വളരെ ലക്കിയാണെന്ന് പറയേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. 1-2 പേർക്ക് മാത്രം, അതും ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അവർ 3rd സ്റ്റേജിലും 4th സ്റ്റേജിലുമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണ് ബഹുഭൂരിപക്ഷം പേരും കണ്ടുപിടിച്ചിട്ടുള്ളത്. അവർക്ക് ഈസി ആയിട്ടിത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു വലിയ ജനകീയമായിട്ടുള്ള ഇടപെടലാണ്. എല്ലാവരും ഭാഗമാകണം. 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ ഭാഗമാകണം. കേരള പത്രപ്രവർത്തക യൂണിയനോട് സംസ്ഥാന സർക്കാരിന്, ആരോഗ്യ വകുപ്പിന്, എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും കൂടി ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു എഫേർട്ട് എടുത്തതിൽ സ്ത്രീകൾ, തീർച്ചയായിട്ടും പുരുഷന്മാർക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത മാസം നമുക്ക് ചെയ്യാം. എല്ലാ ജില്ലകളിലും ഇത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട. നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമായി ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാൻസർ അഥവാ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും. അപ്പോൾ ആ നിലയിൽ എല്ലാവരും ഇതിൽ സഹകരിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനമായിട്ടില്ല. എല്ലാവരോടും സ്നേഹവും ആശംസകളും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.